ഇറാന്റെ സൈനിക ശക്തിയെ കുറച്ചു കണ്ടവരെ വിറപ്പിച്ചുകൊണ്ട് 4000 കിലോമീറ്റർ ദൂരവും കടന്ന് അമേരിക്കൻ പടക്കപ്പൽ തകർത്തിരിക്കുകയാണ്. ഇതോടെ ബ്രിട്ടനും പാരീസും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇനി അടുത്തത് ഞങ്ങളാണോ എന്ന് ചോദിച്ച് വിറച്ചു പോവുകയാണ്. 2000 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഇറാന്റെ മിസൈലിന് ശേഷിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നാവെടുത്തതിനു പിന്നാലെയാണ് അമേരിക്കയുടെ 3000 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പടക്കപ്പലിനെ കടലിൽ വെച്ച് ഇറാൻ തീർക്കുന്നത്. ഇതോടെ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്കാവുകയാണ്. അമേരിക്കയെ ചാരമാക്കാനാണോ ട്രംപിന്റെ ഈ നീക്കമെന്ന് അമേരിക്കക്കാർ പോലും ചോദിക്കുമ്പോൾ ഇനിയും ഒരു നുണ പോലും പറഞ്ഞുകൊണ്ട് ട്രംപിന് പിടിച്ചു നിൽക്കാനാവില്ല. ആയത്തുള്ള അലി ഖമേനിയെ യുദ്ധത്തിന്റെ ഒന്നാം പക്കം കൊല്ലാനായി എന്നുള്ളത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് നേട്ടമായി പറയുമ്പോഴും പിന്നീട് അങ്ങോട്ട് ആ ചാരക്കണ്ണുകളെ പോലും ചാരമാക്കുന്ന തരത്തിലേക്ക് ഇറാൻ നീങ്ങി. വിയറ്റ്നാമിൽ തോറ്റ അമേരിക്ക അവരുടെ സൈന്യത്തെ ശവമഞ്ചത്തിൽ കൊണ്ടുവന്നതുപോലെ ഇതാ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നും തോറ്റു മടങ്ങേണ്ടി വരികയാണ്. ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമെന്ന് അമേരിക്ക കരുതിയിരുന്ന ഒരിടം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീല തിരമാലകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഡീഗോ ഗാർഷ്യ എന്ന സൈനിക ദ്വീപ്. അവിടെ 2026 മാർച്ച് 20 രാത്രി സംഭവിച്ചത് വെറും ഒരു മിസൈൽ ആക്രമണമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിന്റെ വിറപ്പിക്കുന്ന തുടക്കമായിരുന്നു. ലോകം ഇതുവരെ കാണാത്തത്ര ദൂരപരിധിയുള്ള അത്യാധുനികമായ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ മണ്ണിൽ നിന്നും അഗ്നി തുപ്പിക്കൊണ്ട് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ റഡാറുകളെ കബളിപ്പിച്ച് ഏകദേശം 4000 കിലോമീറ്ററിലധികം ദൂരം ആ മിസൈലുകൾ സമുദ്രത്തിന് മുകളിലൂടെ പാഞ്ഞു നീങ്ങി. ഡീഗോ ഗാർഷ്യയിലെ അമേരിക്കൻ താവളത്തിൽ സൈനികർ വിശ്രമിച്ചിരുന്ന ആ നിമിഷം ആകാശത്ത് പെട്ടെന്നുണ്ടായ ഒരു വെളിച്ചം അവരെ ഞെട്ടിച്ചു. അതിലൊരു മിസൈൽ പാതി വഴിയിൽ തകർന്നു വീണുവെങ്കിലും രണ്ടാമത്തെ മിസൈൽ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. അമേരിക്കയുടെ അഭിമാനമായിരുന്ന ഒരു യുദ്ധക്കപ്പലിനെ നിമിഷ നേരം കൊണ്ട് അത് തകർത്തെറിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരെയുള്ള ഒരു അമേരിക്കൻ താവളത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇതൊരു വെറും ട്രെയിലർ മാത്രം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള ഈ താവളം ആക്രമിക്കപ്പെട്ടതോടെ പാശ്ചാത്യ ശക്തികൾ കെട്ടിപ്പൊക്കിയ സുരക്ഷാ കോട്ടകൾക്ക് വിള്ളൽ വീണിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് ഇറാന്റെ അതിർത്തികളിൽ പറക്കാൻ അനുമതി നൽകിയതാണ് ഇറാനെ ഇത്രയും വലിയൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷ് ജനതയുടെ ജീവൻ അപകടത്തിലാക്കുന്ന തീരുമാനമാണ് സ്റ്റാർമർ എടുത്തതെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അഗാധത്തിലേക്ക് പടർന്നിരിക്കുന്നു. 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന യാഥാർത്ഥ്യം ലണ്ടനെയും പാരീസിനെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തുകയാണ്. യൂറോപ്പിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇപ്പോൾ ഇറാന്റെ മിസൈൽ മുനയിലാണെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകളിൽ വലിയൊരു ഭീതി നിഴലിക്കുന്നുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇനി അമേരിക്കൻ ഭൂഖണ്ഡം വരെ എത്തിയേക്കാമെന്നത് വെറും ഒരു സംശയമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ സൂചനയാണ്. ഇറാന്റെ പക്കൽ ലോകം ഇതുവരെ അറിയാത്ത അതീവ രഹസ്യമായ ആയുധങ്ങൾ ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ ഉയർത്തുന്നത്. അമേരിക്കയുടെ അതിമാരകമായ ബോംബറുകളും നിരീക്ഷണ സംവിധാനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്ന ഡീഗോ ഗാർഷ്യയിൽ പോലും സുരക്ഷിതരല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയാണ് അമേരിക്കയ്ക്ക് സുരക്ഷയുള്ളത്? ലക്ഷ്യത്തിൽ മിസൈല് കൊണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി തങ്ങളുടെ പ്രഹരശേഷി ഇത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാനായതിലാണ് ഇറാന്റെ തന്ത്രപരമായ വിജയം. ദൂരെ മാറി സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഈ ദ്വീപുകളിൽ ഇനി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയാണ്.